ये मौलाना यूसुफ साहब ये सामने बैठे हैं, बिल्कुल मुझसे मुकाबला करने के लिए। जब ये पढ़ते थे बुखारी शरीफ तो बिल्कुल उस वक्त भी मुकाबले में बैठते थे। सुभान अल्लाह। और अब आज पढ़ाने का दिन इनका आया है तो भी मुकाबले में बैठे। अल्लाह ताला इनके फैजान को आम करे और बरकतों से माला माल करे। शागिर्द रहता है, मगर शागिर्द बनाने वाला कहता है कि मैं किसी को शागिर्द नहीं बनाता, अपना दोस्त बनाता। अल्लाह तबारक व तआला हमारे मौलाना यूसुफ शाफिई इनके इल्म में खूब बरकत दे आमीन। और इनका फैजान भी जारी रखे। सल्लल्लाहु तआला अला नबील करीम। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाहिर रहमानिर रहीम। नहमदुहु व नुसल्ली व नुसल्लिमु अला रसूलिहिल करीम व अला ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മുഹദ്ദിസുൽ കബീർ അല്ലാമ ദിയാഉൽ മുസ്തഫൽ ഖാദിറുൽ അംജദി ഹഫളഹുല്ലാഹു തആല വ തവ്വലല്ലാഹു അംറഹു മഅ സ്സഹ്ഹത്തി വൽ ആഫിയ. ഷെയ്ഖുൽ ഉസ്താദിൻ്റെയും അവിടുത്തെ അസാത്തിദത്ത് അഷിയാഖിൻ്റെ സിൽസിലുള്ള സർവ്വ മഹത്തുക്കളുടെയും ദറജാത്ത് അല്ലാഹു ഉയർത്തി അവർക്ക് മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ ഉലമാ ഖുദമാ എനിക്ക് സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മുഹദ്ദിസുൽ കബീർ ഹഫളഹുല്ലാ ഖത്മുൽ ബുഖാരി ഷരീഫിൻ്റെ ആ പവിത്ര മജ്ലിസ് ദിയാഉസ് സുന്നയിൽ വെച്ച് നടന്ന ആ പവിത്രമേറിയ സദസ്സ് ഒരുപാട് ഉലമാ സാദാത്യങ്ങൾ, പ്രത്യേകിച്ചും ആല ഹസ്രത്ത് റഹിമഹുല്ലാൻ്റെ മഷായിഖുകളായ മാറഹറ സാദാത്യങ്ങളുടെ അവരുടെ മഷായിഖുകളായ കാൽപിവി സാദാത്യങ്ങൾ, ആ കാൽപിവി സാദാത്യങ്ങളിൽപ്പെട്ട പ്രമുഖരായ സയ്യിദ് ഖിയാസുൽ മില്ലത്ത് ഹഫളഹുല്ലാ അടക്കം, അതുപോലെ ജംഇയ്യത്തു ദിയാഇസ് സുന്നത്തിൽ അംജദിയ്യൻ, റളൽ അംജദി മിനൽ മലൈബാരിയ്യൻ, അതിലെ കേരളത്തിലുള്ളവരും കർണാടകയിലുള്ളവരും പലരും അവിടെ സംബന്ധിച്ചു. അല്ലാഹു തആല ഏവർക്കും ഖൈറും ലത്തുഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും സആദത്തുദ്ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാ, അതുപോലെ മഖ്ദൂമുൽ കബീർ സൈനുദ്ദീൻ ഫൊന്നാനി റഹിമഹുല്ലാ, അവരൊക്കെ കുടുംബത്തിലുള്ളവരും അവിടെ എത്തിയിരുന്നു. ഏതായാലും അല്ലാമ ഉസ്താദ് ഹഫളഹുല്ലാൻ്റെ സൗത്ത് പലരും കേട്ടിട്ടുണ്ടാകും. അതോടുകൂടെ അവസാനമായി ഒരു വാക്ക് വന്നത്, അത് ചില ആളുകളൊക്കെ പ്രത്യേകമായി അത് ഖാസായി തന്നെ ഇറക്കിയിട്ടുണ്ട് എന്ന് കേൾക്കാൻ സാധിച്ചു. ഏതായാലും അത് ഒരു നിലക്ക് പേടിയാണ്, മറ്റൊരു നിലക്ക് ഏതായാലും നമുക്ക് അവിടെ സംസാരിച്ചത് അത് ഒരു നിലക്ക് പേടിയുമാണ്. അതോടുകൂടെ നമുക്ക് ചിന്തിക്കാനും നമ്മുടെ ജീവിതം നന്നാക്കാനും ഒരു ഉപദേശം കൂടിയാണ്. അവിടെ ചില മദ്ഹുകളൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലരെല്ലാം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സന്ദേശവും മഹാന്മാരുടെ ഒരു സന്ദേശമാണ് പ്രത്യേകിച്ചും ഇതിൽ ഉദ്ദേശിക്കുന്നത്. മുഹദ്ദിസുൽ കബീർ ഹഫളഹുല്ലാ ഷെയ്ഖുന അവറുകൾ അവിടെ പറഞ്ഞ ചിലരുടെ മദ്ഹുകൾ, ആ മദ്ഹുകൾ അടിസ്ഥാനപ്പെടുത്തി സ്വന്തം നഫ്സിനും അതുപോലെ എല്ലാവരോടും ബഹുമാനപ്പെട്ട മഹാന്മാരുടെ മുഹദ്ദിസുൽ കബീർ ഹഫളഹുയുടെ ആ സദസ്സിൻ്റെ ബർക്കത്ത് കണക്കിലെടുത്തുകൊണ്ട് ഒരു സന്ദേശം എന്ന നിലക്കാണ് ഈ സന്ദേശം. ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ മദ്ഹ് ആരെങ്കിലും പറഞ്ഞാൽ
أنت أعلم بي من نفسي وأنا أعلم بنفسي منهم اللهم اجعلني خيرا مما يحسبون ولا تؤاخذني بما يقولون فاغفر لي ما لا يعلمون എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു. ജനങ്ങൾ അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് എങ്ങനെയാണ് വിചാരിക്കുന്നത് അതിനേക്കാളും നല്ലതാക്കണമെന്ന് പ്രാർത്ഥന. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് ഒരാൾ രാത്രി മുഴുവനും ഉറങ്ങാതെ ഇബാദത്ത് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് കുറച്ച് സമയം ഉറങ്ങാൻ ഉപയോഗിച്ചിരുന്ന അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അതിശം ആ സമയം കൂടി ഉറങ്ങാതെ ഇബാദത്ത് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ ഇനി ആകണം, അല്ലെങ്കിൽ യുഹിബൂന അൻ യുഹ്മദു ബിമാലം യഫ്അലു എന്നതിൽ പെട്ടുപോകും എന്ന് ചിന്തിച്ച് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ തൻ്റെ ജീവിതത്തിൻ്റെ തർത്തീബും ടൈം ടേബിൾ മാറ്റി എന്നതും, അതുപോലെ ആല ഹസ്രത്ത് ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരാൾ കത്തെഴുതുമ്പോൾ ഹാഫിളുൽ ഖുർആൻ എഴുതിയപ്പോൾ അതുവരെ ഖുർആൻ ഫുള്ള് മനപ്പാടമാക്കിയിട്ടില്ല. ഏതായാലും ഒരാളെന്നെ സംബന്ധിച്ച് ഹാഫിളുൽ ഖുർആൻ എന്ന് പറഞ്ഞല്ലോ, ഇനി ഞാൻ ഖുർആൻ ഹിഫ്ളാക്കട്ടെ എന്ന് പറഞ്ഞ് ഹാഫിളായതും, അതുപോലെ അടുത്ത കാലഘട്ടത്തിൽ ഷെയ്ഖുന വ മുർഷിദുന താജു ശരിയ അല്ലാമ അഖ്തർ റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളോടും ഒരാൾ ഹാഫിളുൽ ഖുർആൻ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരു ആളെ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് ഒരു ഹാഫിളിനെ അല്പാൽപ്പം ഖുർആൻ ഓതുകയും കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്ത് പഠിച്ചതും ആ വ്യക്തിയെ നേരിട്ട് ദാറുൽ ഉലൂമ മുഹമ്മദ് റസാ റത്നാഗിരി മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നതും അദ്ദേഹം സംസാരിച്ചതും ഈ സമയത്ത് ഓർക്കുകയാണ്. ഏതായാലും ജനങ്ങൾ ഞങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നേക്കാൾ നമ്മൾ നന്നാകണം എന്ന ഒരു ത്വരീഖാണ് അത് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതോടുകൂടെ മദ്ഹ് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നത് ഇദാ മദ്ഹൽ ഫാസിഖ ഖളിബർ റബ്ബു, ഒരു ഫാസിഖിൻ്റെ മദ്ഹ് പറഞ്ഞ റബ്ബ് ദേഷ്യം പിടിക്കും. അതേ സ്ഥാനത്ത് മഹാന്മാരെ മദ്ഹ് സ്വാലിഹീങ്ങൾ മദ്ഹ് പറയുമ്പോൾ ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാകും. ഏതായാലും മദ്ഹ് ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആരെങ്കിലും പറയുകയാണെങ്കിൽ നാം ഈ കാര്യങ്ങളും കൂടി ഖൗഫും റജാഉം രണ്ടും മുഅ്മിനായ മനുഷ്യനിക്ക് വേണമെന്നതിലേക്ക് ഇത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരാൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളെ ഭാഗത്തിന് എൻ്റെ മഹത്വം പറയണമെന്നും അതിനെ ആഗ്രഹിക്കുക, ജനങ്ങൾ എൻ്റെ മദ്ഹ് പറയണം, എന്നെ ഇസ്സത്ത് ചെയ്യണം, ബഹുമാനിക്കണം എന്നൊക്കെ ചിന്തിക്കുക, അതാണ് ഹുബ്ബുൽ മദ്ഹി എന്ന് പറഞ്ഞ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു രോഗം. മനസ്സിൻ്റെ രോഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഹുബ്ബുൽ മദ്ഹി എന്ന രോഗം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാൻ 188 പറഞ്ഞു, ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു ഫലാ തഹ്സബന്നഹും ബിമഫാസത്തി മിനൽ അദാബ് വലഹും അദാബുൻ അലീം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഒരിക്കലും നിങ്ങൾ വിചാരിക്ക പോലും നിങ്ങൾ ചെയ്യരുത്, അള്ളാഹു നൽകിയതുകൊണ്ട് സന്തോഷിക്കുന്നവർ, നമ്മൾ ചെയ്ത ഒരു കാര്യം കൊണ്ടുവന്ന കാര്യം സന്തോഷിക്കുന്നവർ ഒരിക്കലും വിചാരിക്കരുത്. എങ്ങനെ? വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു, സ്വന്തം ചെയ്തത് സന്തോഷിക്കുക, അതോടുകൂടെ ചെയ്യാത്തത് താരീഫാകണം, മഹത്വം മദ്ഹ് പറയപ്പെടണം എന്ന് ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല. ഫലാ തഹ്സബന്നഹും ബിമഫാസത്തി മിനൽ അദാബ്, ഒരിക്കലും അങ്ങനത്തെ ആളുകളെ അദാബിനെ തൊട്ട് ദൂരത്തായിട്ട് വിചാരിക്കേണ്ട. വലഹും അദാബുൻ അലീം, വേദനാജനകമായിരിക്കുന്ന അദാബ് അവർക്കുണ്ട് എന്ന് സൂറത്ത് ആലി ഇമ്രാൻ 188 പറഞ്ഞു. മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത് കാണാം, ഈ ആയത്തിരുന്നത് യഹൂദികളെ കാര്യത്തിലാണെന്നും പിന്നെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയും ചതിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാർ ഒന്നും സംഗതി നല്ല ഒന്നും ആലിമായിട്ടുണ്ടാവില്ല, എന്നാലും എന്നെ ആലിം എന്ന് വിചാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അതോടുകൂടെ കളവായ മദ്ഹുകളൊക്കെ പറയാൻ ആഗ്രഹിക്കുക, ഇൽമില്ലാതെ ആലിമാണെന്ന് നമ്മളെക്കുറിച്ച് പറയുന്നത് ആഗ്രഹിക്കുക, ഇങ്ങനെല്ലാം ചെയ്യുന്നതൊക്കെ സൂക്ഷിക്കണമെന്നും ഇതിൽ നിന്നൊക്കെ മനസ്സിലായെന്ന് മഹാന്മാർ പറയുന്നു. ഏതായാലും ഹുബ്ബുൽ മദ്ഹി നമ്മുടെ അമലുകളൊക്കെ നഷ്ടപ്പെടാൻ കാരണമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇബാദത്ത് ജനങ്ങളെ നാവിലൂടെ നമ്മുടെ മദ്ഹ് പറയുന്നതിനോട് കൂട്ടിക്കലർത്തരുതേ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അമലുകളൊക്കെ നശിച്ചു പോകും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം.
ഫിർദൗസുൽ അഖ്ബാർ ബാബുൽ അലിഫ് 1-ാം വാല്യം 223 ഇത് പറഞ്ഞത് കാണാം. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുബ്ബുൽ മദ്ഹി മനുഷ്യനെ കണ്ണോട്ടണം ചൗടുപൊട്ടനാക്കും. ഹുബ്ബുക്ക് ഷൈഅ യോമി വൈസിം എന്ന് പറഞ്ഞ മാതിരി ഹുബ്ബുൽ മദ്ഹും എന്താക്കും, മനുഷ്യനെ കണ്ണോട്ടനും അതുപോലെ ചൗടുപൊട്ടനുമാക്കും എന്ന് ബഹുമാനപ്പെട്ട ദൈലമി ഇമാം റഹിമഹുല്ലാ ഫിർദൗസുൽ അഖ്ബാർ ബാബുൽ ഹാ 1-ാം വാല്യം 347 പറഞ്ഞത് കാണാം. അതോടുകൂടെ ഹുബ്ബുൽ മദ്ഹിന്റെ വിധി എന്തെന്ന് പറഞ്ഞാൽ സ്വന്തത്തിന്റെ മദ്ഹ് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതും അതേ സ്ഥാനത്ത് സ്വന്തത്തിന് ആരെയും തൻഖീദ് ചെയ്താലോ അതിനെ ദേഷ്യം വെക്കും ചെയ്യാം. ഇത് വല്ലാത്തൊരു ളാലുകളുടെയും ആസികളുടെയും ഒരു ഉറവിടമാണിത്. ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരും പേച്ച ആൾക്കാർക്കുള്ള ഒരു സംഭവമാണിത്. ഇങ്ങനെ മദ്ഹിനെ ഇഷ്ടപ്പെടുക, അതേ സ്ഥാനത്ത് തൻഖീദിന് ദേഷ്യം പിടിക്കുക. അതോടുകൂടി സ്വന്തത്തിനേക്ക് ഉണ്ടാകുന്ന ജനങ്ങളടുക്ക് ഉണ്ടാകുന്ന സ്ഥാനം അതിനെ വല്ലാതെ സന്തോഷിക്കുകയും ആഗ്രഹിക്കുക. ആൾക്കാരൊക്കെ മദ്ഹ് അറിയണം, ബഹുമാനിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുക. അവൻ്റെ ആവശ്യങ്ങളൊക്കെ അതിൻ്റെ കാരണം കൊണ്ട് വീട്ടിൽ കൊടുക്കും. ഇങ്ങനെയൊക്കെ എല്ലാ വിഷയത്തിലും എന്നെ മുന്നോട്ട് വിടണം എന്നൊക്കെ ചിന്തിക്കുന്നത് ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അൽ-അത്വാഇ നബവിയ്യ ഫിൽ ഫതാവ റളിയ 21-ാം വാല്യം 597 പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആരെങ്കിലും കളവായ താരീഫിനെ മദ്ഹിനെ ഇഷ്ടപ്പെട്ടാൽ, എന്നാൽ അങ്ങനെ ഇഷ്ടപ്പെടാണെങ്കിൽ കളവിനെ, എന്നാൽ ജനങ്ങളെ മഹത്വമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് തനിച്ച് ഹറാമായി വരുമെന്നും അതോടുകൂടി സൂറത്തു ആൽ ഇംറാൻ 188 ഈ ആയത്തും ഒക്കെ ഇങ്ങനെ, പിന്നെ ജനങ്ങൾക്ക് നന്മ കൊണ്ട് കൽപ്പിക്കാനും തിന്മ കൊണ്ട് വിരോധിക്കാനും അങ്ങനത്തെ ആവശ്യമൊക്കെ ഹുബ്ബുൽ ജാഹിന്റെ ആവശ്യം വന്നാൽ അത് ഈ ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിനോട് കാവല തേടലുകൂടെ ജനങ്ങൾക്ക് നസീഹത്ത് കിട്ടണം, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും എന്ന നിലക്ക് പ്രശ്നമില്ല എന്ന് തഅലീമുൽ മുതഅല്ലിമൊക്കെ പറഞ്ഞത് തന്നെയാണ് ഫതാവ റസ്വിയയിലും അലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഹുബ്ബുൽ മദ്ഹിനെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പാടില്ല. ഹുബ്ബുൽ മദ്ഹിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെറിയ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ സയ്യിദുന അബുൽ ഹസൻ മുഹമ്മദ് ബിൻ അസ്ലം തൂസി തങ്ങളെ റഹ്മത്തുള്ളാഹി അലൈഹി മൂപ്പർ മദ്ഹിനെ ഇഷ്ടപ്പെടാൻ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി നന്മകളൊക്കെ എപ്പോഴും മൂപ്പർ മറച്ച് ചെയ്യുന്നു. എത്രമാത്രം ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ കഴിവുണ്ടെങ്കിൽ, എനിക്ക് കൈയാണെങ്കിൽ കിറാമുൻ കാത്തിബിൻ റഖീബ് അതീദ് അലൈഹിമുസ്സലാം നന്മകളും തിന്മകളും എഴുതുന്ന മലക്കുകളല്ല, അവരെ തൊട്ടും ഞാൻ ഇബാദത്ത് എന്തായിന് മറച്ചിട്ട് ഇബാദത്ത് ചെയ്യാനാണ് എനിക്കിഷ്ടം, ചെയ്യുമായിരുന്നു കൈയാണെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ബഹുമാനപ്പെട്ട അബു അബ്ദില്ല എന്നവർ പറഞ്ഞു, ഞാൻ 20 വർഷത്തേക്കാളും കൂടുതൽ അബുൽ ഹസൻ തൂസി എന്നവർക്ക് ഞാൻ എന്താക്കിയാണ് അവരുടെ സ്വഹബത്തിലും സഹവാസത്തിലുണ്ടായിരുന്നു. മറ്റു ഫർളുകളും ജുമാ വാജിബാത്തൊക്കെ ആയിട്ട് ജുമാക്ക് മാത്രം ജുമാന്റെ കാര്യം ഫർളായ കാര്യങ്ങളൊക്കെ വെച്ച് ബാക്കി എല്ലാ നിസ്കാരങ്ങളും അല്ലാത്ത 2 റക്അത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്ന കണ്ടിട്ടില്ല എന്ന് അബൂ അബ്ദില്ല എന്നവർ പറയാണ്. മൂപ്പർ ബഹുമാനപ്പെട്ട വെള്ളത്തിന്റെ പാത്രം എടുത്തിട്ട് തന്റെ റൂമിലേക്ക് പോകും, എന്നിട്ട് വാതിലെടുക്കാറുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇബാദത്ത് എടുക്കുന്ന ഒരു സ്വഭാവം ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മഹാനവറുകളുടെ മകൻ ഇങ്ങനെ കരയുന്നുണ്ട്. ആ മഹാനവരുടെ ഭാര്യ ആ മോനെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് കുട്ടീൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല. അങ്ങനെ അബൂ അബ്ദില്ല എന്നവർ പറയാണ്, ഞാൻ ചോദിച്ചു എന്താണ് കുട്ടി ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് ഉള്ളിൽ നിന്ന് ഭാര്യയുടെ ശബ്ദം, ഭാര്യ പറഞ്ഞത് അബുൽ ഹസൻ തൂസി തങ്ങൾ റൂമിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് കരയുകയാണ്, ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഈ കുട്ടിയും കരയാണ് എന്ന് പറഞ്ഞു. അബൂ അബ്ദുല്ലാഹി തങ്ങൾ പറയാണ്, അബുൽ ഹസൻ തൂസി തങ്ങൾ റഹ്മത്തുള്ളാഹി നന്മകളെ എത്രമാത്രം മറച്ചു വെച്ചിന്, റിയായിനെ പേടിച്ചിട്ട്, ഹുബിൻ മദ്ഹിനെ അതിൻ്റെ നാശത്തിനെ പേടിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ചെയ്തിരുന്നത് എത്രമാത്രം നന്മകൾ മറച്ചു വെക്കാണ് പരിശ്രമിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ, റൂമിൽ ഇബാദത്ത് ശേഷം പുറത്ത് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് മുഖം ഒന്ന് കൈകും എന്ന് സുർമട്ടുകാണ്ട് പുറത്തേക്ക് ഇറങ്ങല്, മുഖം നോക്കിയിട്ടും കണ്ണ് നോക്കിയിട്ട് എന്താകണ്ട, ആരും
അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞൊന്നോ ഇബാദത്ത് ചെയ്തു കരഞ്ഞൊന്നോ തോന്നിപ്പോകാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല എന്ന് അത്രമാത്രം റിയാ തൊട്ടും അതുപോലെ ഹുബുൽ മദീനെ തൊട്ടും പേടിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ മുഹമ്മദ് ബിൻ അസ്ലം തൂസി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്യാറുണ്ടായിരുന്നത്. ഹുബുൽ മദ്ഹി എന്ന ഈ രോഗം എങ്ങനെയാണ് മനസ്സിക്ക് വരുന്നത്? അവരെ കലിമാത്ത് കേൾക്കുമ്പോഴേക്ക് കുറച്ചാൾക്കാർ മദ്ഹ് പറയുമ്പോഴത്തേക്ക് ഞാൻ വലിയൊരു കമാലിലേക്ക് എത്തിയ ആളാണെന്ന് തോന്നുക. അതിന്റെ ചികിത്സ അത് ഇല്ലാതാക്കാൻ കാരണം എന്താ? നല്ലോണം ചിന്തിക്കണം. ഈ എന്റെ മദ്ഹ് പറയുന്നത് ഒരു ദുനിയവിയായ കാര്യത്തിന് വേണ്ടിയാണോ, അല്ല സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടിയാണോ, അല്ല ദീനിയായ വിഷയത്തിന് വേണ്ടിയാണോ, അല്ല ദുനിയവിയായ വിഷയത്തിന് വേണ്ടിയാണോ? ദുനിയായ വിഷയമാണെങ്കിൽ അത് ഫാനിയാണ്, നശിച്ചോകും. ഫാനി എന്റെ മദ്ഹ് എന്തിനാ കേൾക്കേണ്ട ആവശ്യം? അതേ സ്ഥാനത്ത് ദീനിയാണെങ്കിലോ ഇങ്ങനെയൊക്കെ നന്മകൾ ഉണ്ടെങ്കിൽ അത് മറഞ്ഞ് ആരും അറിയാത്ത വിധത്തിൽ നന്മകളൊക്കെ മറച്ചു വെക്കാൻ നോക്കുക. അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ ഹിക്മത്തും അള്ളാഹുവിന്റെ അദാബും എല്ലാം ചിന്തിക്കുകയും പേടിക്കുകയും ചെയ്യാം. അതുപോലെ ഉബുൽ മദ് ഉണ്ടാകാൻ രണ്ടാം കാരണം എന്തെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മളെ ഒരു മുഅ്തഖിദ് നമ്മളെ ഒന്ന് സ്വീകരിക്കുന്ന ആളാക്കാൻ വേണ്ടിയിട്ട് അത് നല്ലോണം ചിന്തിക്കേണ്ടതുണ്ട്. ജനങ്ങളെ മനസ്സിൽ ഇയാളെ സ്ഥാനം കിട്ടാൻ മാത്രം നോക്കിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം കുറയും കാരണമാകുമോ എന്ന് ചിന്തിക്കേണ്ടതുമുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയാവും നാശമായി ആഖിറവും നാശമായി, അതിന് പിന്നെ കാരണമാകും. മൂന്നാമത്തെ ഹുബുൽ മദ്ഹിന്റെ മൂന്നാമത്തെ കോലാണ് മദ്ഹ് ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങളെ മനസ്സിൽ ഇയാളെ മഹത്വമായും ചെയ്യും, ഇയാൾ പറഞ്ഞ മാതിരി കേൾക്കണം എന്ന ലക്കാണ് ഹുബുൽ മദ്ഹ് ഇഷ്ടപ്പെട്ടത്. അതിനെന്താ കാട്ടേണ്ടത്? ഇവിടെ പറഞ്ഞ ഓരോ ആരുതയും മറ്റൊക്കെ ഉണ്ടല്ല, അതെല്ലാം ആരുതിയാണ്. അതൊക്കെ നശിച്ചു പോകും, അതൊക്കെ താൽക്കാലികമാണ് എന്ന് ചിന്തിച്ചാൽ അവൻ്റെ താരീഫിൻ്റെ കാരണമൊക്കെ അതില്ലാതാകും എന്നൊക്കെ ഒസാലിമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ 3-ാം വാല്യത്തിൽ വിശദമായി പറയുന്നുണ്ട്. അതെല്ലാം ഏതായാലും മനസ്സിൻ്റെ രോഗങ്ങൾ കൂടിക്കൂടി വരുന്ന ഈ കാലഘട്ടം അള്ളാഹു നമ്മുടെ ബാത്തിനിയായ രോഗങ്ങളായ മുഹറമാത്തുൽ ബാത്തിനിയ നമ്മുടെ മനസ്സിൽ നിന്ന് അള്ളാഹു തആല ദൂരീകരിക്കട്ടെ. അതുപോലെ ജിസ്മാനിയായ മാസിയത്തുകളും നിറഞ്ഞ കാലമാണ്. അള്ളാഹു തആല എല്ലാം മഗ്ഫിറത്ത് നൽകി അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അതുപോലെ ഷെയ്ഖുൽ മുഹദ്ദിസുൽ കബീർ അല്ലാമ ദിയാഉൽ മുസ്തഫൽ ഖാദിർ ലംജദി ഹഫളഹുള്ളാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ആ ഖത്മുൽ ബുഖാരി, അവിടെ സദസ്സിൽ ബഹുമാനപ്പെട്ട കാൽപി സാദാത്യങ്ങളിൽപ്പെട്ട പ്രമുഖനായ സയ്യിദുന ഖിയാസുൽ മില്ലത്ത് ഹഫളഹുള്ളാഹ് ഉണ്ടായിരുന്നു. ഖിയാസുൽ മില്ലത്ത് ഹഫളഹുള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ഖാദിരിയ തുരീഖത്തിനെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച വലിയ ഒരു മഹാനാണ് അസ്സയ്യിദ് മീർ മുഹമ്മദ് അൽ ഖാദിരി അൽ കാൽഫവി റളിയല്ലാഹു തആല അൻഹു. ഹിജ്റ 1006 കാൽപി ഷെരീഫിൽ ജനിച്ച മഹാനാണ്. ഷഅബാൻ 6 1071 ഹിജ്റയിൽ വഫാത്തായി. ഷഅബാൻ 6-നാണ് മഹാനവറുകളുടെ ഉറൂസ് മുബാറക്. മഹാനവറുകളുടെ പിതാവ് അസ്സയ്യിദ് അബൂ സഈദ് അൽ ഹുസൈനി അത്തുർമുദി സുമ്മൽ കാൽഫവി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ആണ് തുർമുദിൽ നിന്ന് കാൽപി ഷെരീഫിലേക്ക് യാത്ര ചെയ്തത്. തുർമുദി സാദാത്യങ്ങൾപ്പെട്ട മഹാന്മാരാണ് ഇവർ. അതായത് ഇവരെ ആബാ അജ്ദാദ് തുർമുദിൽ നിന്ന് ജാലിന്തർക്ക്, ആ ജാലിന്തറിൽ നിന്ന് ഈ മഹാനവറുകളുടെ പിതാവ് അസ്സയ്യിദ് അബൂ സഈദ് അൽ ഹുസൈനി അത്തുർമുദി സുമ്മൽ കാൽഫവി കാൽപി ഷെരീഫിലേക്ക് വന്ന് താമസമാക്കി. എന്നിട്ട് മഹാനവറുകൾ ദക്കൻ ഭാഗത്തേക്ക് പോയി നശർ ഇഷാഅത്ത് മുതലായവ പ്രവർത്തനങ്ങൾ നടത്തി. പിന്നീട് ഇവിടെ ജീവിച്ചത് സയ്യിദ് മീർ മുഹമ്മദ് അൽ ഖാദിരി അൽ കാൽഫവി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ മകൻ ആയ സയ്യിദ് മീർ മുഹമ്മദ് അൽ ഖാദിർ അൽ കാൽഫവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനവറുകൾ കാൽപി സാദാത്യങ്ങളിൽ പ്രമുഖനായി അറിയപ്പെടുന്നു. അവരുടെ സന്താനപരമ്പപ്പെട്ട ആൾക്കാരും അവിടുത്തെ ഖുലഫാ നിന്നാണ് ഖാദിരിയ തുരീഖത്ത് ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത്. ഏതായാലും ബഹുമാനപ്പെട്ടവരുടെ സന്താന പരമ്പര കാൽപി സാദാത്യങ്ങൾ, തുർമുദി സാദാത്യങ്ങൾ, പിന്നീട് കാൽപി സാദാത്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇവർ ഇന്ന് തുരീഖത്ത് സ്വീകരിച്ച ആൾക്കാരാണ് മാറഹറ ഷെരീഫിലെ ബർക്കാത്തി സാദാത്യങ്ങളും
മസൂലി സാദാത്യങ്ങളും അതുപോലെ കിച്ചോച്ച അഷ്റഫിയ മഷായിഖുകളെല്ലാം അവരിൽ നിന്നാണ് തുരീഖത്തുകളും മറ്റും സ്വീകരിച്ച് അങ്ങനെ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണമുണ്ടായത്. ഏതായാലും ബഹുമാനപ്പെട്ട കാൽപി സാദാത്യങ്ങളിൽ പ്രമുഖനായ സയ്യിദ് മീർ മുഹമ്മദ് അൽ ഖാദിരി അൽ കാൽഫവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ സന്താനത്തിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഖിയാസുൽ മില്ലത്ത് ഹഫ്ളഹുല്ലാഹു തആല. സയ്യിദ് ഖിയാസുൽ മില്ലത്ത് ഹഫ്ളഹുല്ലാ മഹാനവറുകൾ അവിടെ സദസ്സിൽ ഉണ്ടായിരുന്നു. ആ സദസ്സിലുണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുൽ മുഹദ്ദിസുൽ കബീർ ഹഫ്ളഹുല്ലാ ഖത്മു ബുഖാരി നടത്തിയതിൻ്റെ ശേഷം അതിൻ്റെ അവസാന ഭാഗം തവാളു കൊണ്ട് അവിടുത്തെ താഴ്മയോടുകൂടെ ചില വാക്കുകൾ പറഞ്ഞു. അവിടെ സാധുവ എൻ്റെ പേരും പറഞ്ഞതാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖിയാസുൽ മില്ലത്ത് ഹഫ്ളഹുല്ലാ പറഞ്ഞു, ശിഷ്യന് എങ്ങനെയായാലും ശിഷ്യൻ തന്നെയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഹദ്ദിസുൽ കബീർ ഹഫ്ളഹുല്ലാ പറഞ്ഞത്, അതെ, ശിഷ്യൻ തന്നെയാണ്, എന്നാൽ ശിഷ്യനാക്കുന്നവൻ എങ്ങനെയാകണം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞ വാക്കാണ്, ഞാൻ ആരെയും ശിഷ്യനാക്കാറില്ല, ഞാൻ സുഹൃത്താണ്, എൻ്റെ ചങ്ങാതിയാണ് ഞാൻ ആക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടും അല്ലാമ ഉസ്താദ് ഹഫ്ളഹുല്ലാ പറഞ്ഞിരുന്നത് അങ്ങനെ തന്നെയാണ്. പഠിക്കുന്ന കാലത്ത് ശിഷ്യന്മാരാകും, പിന്നീട് അവർ സുഹൃത്തുക്കളാണ് എന്ന നിലക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും അവിടെല്ലാം ചിന്തിക്കുന്നത് ഇമാമുൻ ഷാഫി റളിയല്ലാഹുവിന്റെ പുണ്യവാക്ക്, ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ഷഫാഅ. ഞങ്ങൾ സ്വാലിഹീങ്ങൾ പെട്ടവരല്ല, സ്വാലിഹീങ്ങളെ സ്നേഹിച്ച് അവരെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഷഫാഅത്ത് കൊണ്ട് നമ്മളും രക്ഷപ്പെടണം എന്ന ഉദ്ദേശമാണ്. അപ്പോൾ ഏതായാലും ആ സദസ്സിൽ ഒരുപാട് മഹത്തുക്കളെ അനുസ്മരിച്ചു. മാത്രമല്ല കാൽപി സാദാത്യങ്ങൾ, അതുപോലെ മഷായിഖ് ലിയാഇയ അംജദിയ അവരൊക്കെ ബർക്കത്ത് കൊണ്ട്, അതുപോലെ ഹാങ്കൽ ഷെരീഫിൽ നിന്നുള്ള പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. മൂടുബിരി പരിസരത്തുള്ള ഉലമാ മഹാന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. അതോടുകൂടെ ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ ശിഹാബുദ്ദീൻ അഹമ്മദ് ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ഹദറത്തിൽ നിന്നുള്ള ഉലമാ, അതുപോലെ പൊന്നാനി മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഷാബാൻ 16 മഖ്ദൂം തങ്ങളെ ഉറൂസ് മുബാറക്ക് അവരുടെ സന്താനപ്പെട്ട ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ജംഇയ്യത്തു ലിയാഇ സുന്നത്തിൽ അംജദിയ്യൻ റളൽ അംജദി മിൻ ഉലമാഇൽ മലൈബാരിയീൻ കേരള വ കർണാടക, അതിലെ ഒരുപാട് പ്രവർത്തകരും ഉണ്ടായിരുന്നു. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. നമുക്കും അവർക്കൊക്കെ സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്ത്, അതുപോലെ അഹ്ലുസുന്നയുടെ എല്ലാ ഉലമാഇനും ഖുദമാഇനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഇസ്തിഖാമത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പേടിയാണ് ഇദാ മദഹൽ ഫാസിഖ ഗളിബർ റബ്ബ് എന്നതിലേക്ക് പേടിയാണ്, അതോടുകൂടെ ഖൗഫും റജാവും. അതിനു വേണ്ടി ഒരു സന്ദേശമാണ് ഹുബ്ബുൽ മദ്ഹി. മദ്ഹിനെ ഇഷ്ടപ്പെടാൻ പാടില്ല. നമ്മളെ മഹത്വം പറയുന്നത് ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് കറുത്തു പോകും, മനസ്സിൻ്റെ വലിയൊരു രോഗമാണ് എന്ന് വേണ്ടിയാണ് ഈ സന്ദേശം എത്തിക്കുന്നത്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തും ഇതോടുകൂടെ പറയുകയാണ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.